അരുവാമൂട് വെച്ചൊരു ഇന്റർ ചിന്മയ സ്കൗട്ട് ഗൈഡ് കബ് ബുൾബുൾസ് ആൻഡ് ബണ്ണി ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു ഒരു ക്യാമ്പിലേക്ക് വരുന്നത്. ഇനാഗ്രേഷൻ സെറമണി ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സർവ്വമത പ്രാർത്ഥനയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് അതിലായിരുന്നു ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നു. സ്പീഡിൽ ക്രോസ് ചെയ്ത് മുക്കാൽ ഭാഗം എത്തിയപ്പോഴത്തേക്കും ഞാൻ സ്ലിപ്പായി വീട്. നമ്മൾ വന്നിട്ടുണ്ട് കുക്ക് വിതൗട്ട് ഫയർ എന്നായിരുന്നു. നമ്മൾ ക്യാമ്പ് ഫയറിന് പോയിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതിനുശേഷം നമുക്കൊരു ഡിസ്കോ ഡാൻസ് പോലെ ഒരു ഇതുണ്ടായിരുന്നു. ഹൈക്കിങ് വാട്ടർ ബോട്ടിൽസ് എല്ലാം എടുത്തിട്ട് ഹൈക്കിന് പോയായിരുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ റെക്കഗ്നൈസേഷൻ ഉണ്ടായിരുന്നു. ഈ ക്യാമ്പ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ക്യാമ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ്പെക്ടേഷനേക്കാളും ഒത്തിരി മേളിലായിരുന്നു. ഹരി ഓം, എൻ്റെ പേര് ആദികേശ്വരയസ്. ഞാൻ ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിലെ ഒരു സ്കൗട്ടാണ്. ഞാൻ ഹൃതികയാണ്. CV കാട്ടാക്കടയിൽ നിന്ന് വരുന്നു. അരുവാമൂട് വെച്ചൊരു ഇന്റർ ചിന്മയ സ്കൗട്ട് ഗൈഡ് കബ് ബുൾബുൾസ് ആൻഡ് ബണ്ണി ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു ഒരു ക്യാമ്പിലേക്ക് വരുന്നത്. 3 ദിവസത്തെ ക്യാമ്പ് എന്ന് വെച്ചാൽ വളരെ ഓസമും എക്സൈറ്റ്മെന്റ് നിറഞ്ഞതുമായിരുന്നു. ഇതൊരു മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആവും എന്ന് അറിയായിരുന്നു. പക്ഷെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും പൊളിയായിരുന്നു ഈ ക്യാമ്പ് എന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഡേയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിൽ നമ്മൾ വന്നിറങ്ങി ഒരു 5:36 ആയപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ വന്നപ്പം തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നമുക്ക് വേണ്ടി സ്നാക്സും ടീയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ടീ ബ്രേക്കിന് ശേഷം നമുക്ക് അലോട്ട് ചെയ്ത റൂമിൽ പോയി നമ്മൾ അവിടെ എല്ലാം ക്ലീനും ഒക്കെ ചെയ്തതിനു ശേഷം നമ്മുടെ ബാഗ്സ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇപ്പോഴുള്ള കുറേ ടൈംസ് നമ്മൾ നമ്മുടെ റൂംമേറ്റ് ആയിട്ടുള്ള വേറൊരു സ്കൂളുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ കുറച്ച് ചേച്ചിമാരെയൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആക്കാൻ നമ്മൾ ആ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹരിസാർ വന്നിട്ട് നമുക്ക് ക്യാമ്പിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. നമ്മൾ താഴെ വന്നിട്ട് മാർച്ച് ഫാസ്റ്റിനുള്ള പ്രാക്ടീസ് ആയിരുന്നു അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാം ഗ്രൂപ്പും ഒക്കെ പോയി യൂണിറ്റ് ഒക്കെ പോയി നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാർച്ച് പാസ്റ്റ് ആദ്യമായിട്ടാണ് ശരിക്കുള്ള മാർച്ച് പാസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. സ്കൂളിൽ വെച്ച് കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേ തെറ്റൊക്കെ ആയിരുന്നു. ഇവിടെ വെച്ചാണ് കറക്റ്റായിട്ട് ഒരു മാർച്ച് പാസ്റ്റ് ഇവിടെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നറായിരുന്നു. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയും ഹൈജീനിക്കുമായിട്ടുള്ള നല്ല ഫുഡ്സാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നൈറ്റ് ഡ്രസ്സ് ആക്കിയിട്ട് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ സ്ലീപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. നേരെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. വീട്ടിൽ കിടന്ന് ശീലിച്ച് പോയതുകൊണ്ട് ഫസ്റ്റ് ഡേ ഒന്ന് നല്ലപോലെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് BP6 ഉണ്ടായിരുന്നു. നമ്മുടെ സാറാണെങ്കിൽ BP6 ഓരോ എക്സസൈസ് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ BP6 ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു ക്ലീൻലിനെസ് ചെക്ക് ഉണ്ടായിരുന്നു, ഇൻസ്പെക്ഷൻ പോലത്തെ. നമ്മുടെ ടീച്ചേഴ്സ് വന്ന് നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ തരുകയും ചെയ്തിരുന്നു. ഇനാഗ്രേഷൻ സെറമണി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു. എനിക്ക് ഇനാഗ്രേഷൻ സെറമണി ആയിരുന്നു. നമ്മുടെ ചീഫ് സേവക് സുരേഷ് മോഹൻ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കപ്സും ബുൾബുൾസൊക്കെ സെക്കൻഡ് ഡേയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ആണെങ്കിൽ നമ്മളെ കൂടെ തന്നെ അദ്ദേഹത്തിനൊരു വാം വെൽക്കം തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ട് നമുക്ക് ടീച്ചർ നല്ല വൃത്തിയാണ് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റിയൊക്കെ കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പോലുള്ള കുറേ ഡൗട്ട്സ് ഒക്കെ എനിക്ക് മാറി. വളരെ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു ആ ടീച്ചർ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സർവ്വമത പ്രാർത്ഥനയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമ്മൾ വന്നിട്ട് ഇത് പോയി അഡ്വഞ്ചർ ഹബ്ബ് നമുക്ക് വേണ്ടിയിട്ട് ടീം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഹബ്ബ് തന്നെയായിരുന്നു. ഏകദേശം ഒരു 10 സോൺ അടുപ്പിച്ചെത്തുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ സോൺ വെച്ച് ബാക്കിയുള്ള 9 സോണിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ ഈസി ഉള്ളതും ഉണ്ടായിരുന്നു, കുറേ ടഫ് ഉള്ളതും ഉണ്ടായിരുന്നു. റോപ്പ് ക്ലൈമ്പിംഗ് പോലെയുള്ളതൊക്കെ ടഫായിരുന്നു, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് അതിലായിരുന്നു ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബാലൻസിങ് ആയാലും ഗ്രിപ്പായാലും നമ്മുടെ മസിൽസിന്റെ കോപ്പറേറ്റിംഗ് ആയാലും എല്ലാം വരുന്ന ഇതുണ്ടായിരുന്നു. ബാലൻസിങ്ങിൻ്റെ ഒരു ഇതായിരുന്നു. ഭയങ്കര ഈസിയാണ്. ഞാനാണെങ്കിൽ സ്പീഡിൽ ക്രോസ് ചെയ്ത് മുക്കാൽ ഭാഗം എത്തിയപ്പോഴത്തേക്കും ഞാൻ സ്ലിപ്പായി വീട്. നമ്മൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അത് പുറത്തിരുന്നിരുന്ന ടീച്ചേഴ്സ് നമുക്ക് നല്ല വൃത്തി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കാണെങ്കിൽ ഒരു ബ്രേക്ക് തന്നതിന് ശേഷം നമ്മൾ സ്കൗട്ടിന്റെ യൂണിഫോം ഒക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് ചെയ്തു. ഈശ്വരന്റെ തന്നെ ഗുരുകുലം ടെമ്പിളിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി.
വണ്ടിയിൽ കയറി എനിക്ക് അവിടെ വെച്ച് കുറേ സ്കൗട്ട്സ്, വേറെ വിദ്യാലയത്തിലുള്ള സ്കൗട്ട്സുമായിട്ട് എനിക്ക് സൗഹൃദം സ്ഥാപിക്കാൻ സാധിച്ചു. ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട് കുക്ക് വിതൗട്ട് ഫയർ എന്നായിരുന്നു. അപ്പം എല്ലാ സ്കൂളും മൂന്ന് ടീമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സ്കൗട്ട്സും കേട്ട് ഒരുമിച്ചായിരുന്നു. അപ്പം നമുക്കായിരുന്നെങ്കിൽ കുറച്ച് സംഭവങ്ങളേ ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷെ അത് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈങ് ആവുന്ന രീതിയിൽ നല്ല നല്ല കുറച്ച് നമുക്ക് പറ്റുന്നത്ര ഉണ്ടാക്കി നമ്മൾ നമ്മുടെ ബെസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാലഡ്, ലെമൺ ജ്യൂസ്, പിന്നെ ബനാന വിത്ത് ഷുഗർ, ഇത് മൂന്നുമാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാനും വന്നു. അവർ പറഞ്ഞു നല്ല ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിന്നറായിരുന്നു. ഡിന്നർ നല്ല നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിന്നറായിരുന്നു. അടുത്തത് വന്നിട്ട് നമ്മൾ പിന്നെയും പോയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു നമ്മൾ ക്യാമ്പ് ഫയറിന് പോയിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ 6 വിദ്യാലയമുള്ള കപ്സ്, ഗൈഡ്സ്, ബുൾബുൾസും സ്കൗട്ട്സും എല്ലാവരും കൂടെ ചേർന്ന് ക്യാമ്പ് ഫയറിൽ അവരുടെ ടാലൻസും സ്കിൽസും ഷോക്കേസ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു ഡിസ്കോ ഡാൻസ് പോലൊരു ഇതുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനും പറ്റിയ എനിക്കും എൻ്റെ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും കൂടെ. അതുപോലത്തെ ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ടയേർഡ് ആയിട്ടായിരുന്നു റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തേർഡ് ഡേയിൽ തുടങ്ങത്തി തന്നെ നമുക്ക് യൂണിഫോമിലാണ്. യൂണിഫോമിൽ വന്നതിന് ശേഷം സർവ്വമത പ്രാർത്ഥനയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറിമണി ആയിരുന്നു. ഹൈക്കിന് വാട്ടർ ബോട്ടിൽസ് എല്ലാം എടുത്തിട്ട് ഹൈക്കിന് പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈക്കിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അരുവിപ്പുറത്ത് കൊടുത്തൂക്കി മലയിലായിരുന്നു. അവിടെ പോയി നമ്മളാണെങ്കിൽ അത് കറക്റ്റായിട്ട് കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. പക്ഷെ കുറേ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. അവിടെയുള്ള കപ്സിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ കുറച്ച് റെസ്പോൺസിബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഫുള്ള് 400+ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം കയറിയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് ആ ലാസ്റ്റത്തെ വ്യൂവിൽ ഭയങ്കര എന്ത് ചെയ്യാൻ നമുക്ക് തന്നെ നമ്മുടെ പ്രൗഡ് തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ല വ്യൂ ആയിരുന്നു. അതുമാത്രമല്ല അവിടെ ഒരു ക്ഷേത്രം കേവും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇറങ്ങി നമ്മൾ തിരിച്ച് ബസ്സിലാണെങ്കിൽ സ്കൂളിലെത്തി. നമ്മൾ ഒന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ക്ലോസിംഗ് സെറമണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിൻസിപ്പൽസ് ഒക്കെ വന്നിട്ട് ഈ ക്യാമ്പിനെ പറ്റി കുറേ നല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ക്യാമ്പ് വളരെ നന്നായിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ബണ്ണീസിൻ്റെയൊക്കെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. അവർ വളരെ നന്നായിട്ട് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും ഇവിടെ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ റെക്കഗ്നൈസേഷൻ ഉണ്ടായിരുന്നു. ആരും അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് പോയില്ല. എല്ലാവർക്കും മൊമെൻറ്റോയും ടീമിനായാലും ടീച്ചേഴ്സിനായാലും എല്ലാവർക്കും ഒരു മൊമെൻറ്റോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് പോകാൻ റെഡിയായി. ഈ ക്യാമ്പ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ വാല്യൂസ് ഒക്കെ കിട്ടി. റെസ്പെക്റ്റ്, ഡിസിപ്ലിൻ, ടീം വർക്ക്, ഇതുപോലുള്ള കുറേ കിട്ടി. പിന്നെ വേറെ സ്കൂളിലുള്ള പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും പുതിയ കാര്യം. അങ്ങനെ ഈ ക്യാമ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷനേക്കാളും ഒത്തിരി മേളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത ക്യാമ്പ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ അടുത്ത് പറയുന്നത്. ഇങ്ങനെ അടുത്ത ക്യാമ്പിലോട്ടും പോകണം എന്നുള്ള പ്രചോദനമായിരുന്നു ഈ ക്യാമ്പ്. അതുകൊണ്ട് എനിക്കൊന്നും പറയില്ല. ഇത് എല്ലാമായിരുന്നു നല്ലൊരു ക്യാമ്പായിരുന്നു. ഓവറോൾ എനിക്ക് ഈ ക്യാമ്പ് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു.